കുഞ്ഞുങ്ങളെ കൊണ്ട് നോയമ്പ് നോക്കിക്കണോ എന്നുള്ളൊരു സംശയത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കുഞ്ഞുങ്ങളെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം തന്നെ നോയമ്പ് നോക്കിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അതല്ലാതെ ഒരു ക്യാൻഡിയോ ചോക്ലേറ്റ് കൊണ്ടോ തീർക്കാവുന്ന ഒരു നോയമ്പായിട്ട് അവരുടെ ഈ നോയമ്പ് മാറാതിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഇറച്ചിയും മീനും എല്ലാം ഉപേക്ഷിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നോയമ്പ് എന്നുള്ള ഭാഗം മനസ്സിലാക്കിയാണ്. അതല്ലെങ്കിൽ ക്യാൻഡിയും മിഠായിയെല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ 15-16 വയസ്സായി കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഈ നോയമ്പിൽ ഇനി ഞാൻ ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളൊരു സംശയത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ പഴയ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പല ഫേമസ് ആയിട്ടുള്ള ആളുകളും വെജിറ്റേറിയൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തിക്കോ കായിക ശക്തിക്കോ ഒന്നും കുറവ് വരികയില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് പറ്റും. കൂടുതലായിട്ടും നമ്മൾ അമ്മമാരുടെ മടിയാണ് കുഞ്ഞുങ്ങളെ നോയമ്പ് നോക്കിക്കാനായിട്ട് നാം മോട്ടിവേറ്റ് ചെയ്യാത്തത് എന്ന് തന്നെ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാം. കാരണം ഇറച്ചി മീനും ആകുമ്പോൾ 2-3 ദിവസത്തേക്ക് കറി ഉണ്ടാക്കി വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അത് ഓടും. അല്ലെങ്കിൽ ഒരു ബർഗർ കൊണ്ട് പെട്ടെന്ന് അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചൊക്കെ തീർക്കാനായിട്ട് പറ്റും. പക്ഷേ വെജിറ്റേറിയൻ ഡയറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കുകയും നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അവർക്ക് ആരോഗ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റുകയില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ കടല, പയറ്, പനീർ തുടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രോട്ടീന്റെ കുറവൊന്നും വരുത്തുകയില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചുനാൾ ഇറച്ചി കഴിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ മീൻ കഴിക്കാതിരിക്കുന്നതൊക്കെ ശരീരത്തിന് ക്യാൻസർ വരാതിരിക്കാനും മറ്റു ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും ഒത്തിരി നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ നോയമ്പിനോടൊപ്പം തന്നെ വേറൊരു കാര്യം ചെയ്യാവുന്നത് സ്ക്രീൻ ടൈം അവരെ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരോട് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാതെ നമ്മൾ അവരോട് പറഞ്ഞാൽ അതിന് വലിയ ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ എന്നും കുർബാനയ്ക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഈ നോയമ്പിന് എന്തോ പ്രത്യേകതയുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം എന്താ പറയുന്ന കുരിശിന്റെ വഴി അവരെ കൊണ്ട് ചെറുതായിട്ട് അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് സ്റ്റേഷൻസ് ഓഫ് ദ ക്രോസ് അറ്റ്ലീസ്റ്റ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് റോസറിയുടെ അവസാനം കിടത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഭക്ഷണം, അതായത് ഇറച്ചി മീനൊക്കെ വാങ്ങാതിരിക്കുമ്പോൾ കിട്ടുന്ന പൈസ അവരെ കൊണ്ട് ഒരു ബോട്ടിൽ ഇടിപ്പിച്ച് വെച്ചിട്ട് അത് അവസാന കാലത്തിൽ ആ നോയമ്പിന്റെ അവസാനം പാവങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നതായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തിനാണ് ഞാൻ ഈ നോയമ്പ് നോക്കിയത് എന്നുള്ളൊരു ഭാഗം. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവർ 21 വയസ്സായാലും അവർ നോയമ്പ് കണ്ടിന്യൂ ചെയ്യുകയും നോയമ്പിന്റെ ഫലം എന്തെന്നും നോയമ്പ് എന്തിനാണെന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ശരീരത്തിൽ കുറച്ച് സാക്രിഫൈസും അതുപോലെ തന്നെ ജീവിത സുഖങ്ങളിൽ കുറച്ച് സാക്രിഫൈസ് ഒക്കെ വരുത്തുമ്പോൾ നോയമ്പ് അവർക്ക് കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറും. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ നോയമ്പിന്റെ ടിപ്സുകളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.